ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നാളെ സൺഡേ ആയിട്ടൊന്ന് ഹെന്നയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെന്ന മെഹന്തിന് അത് വാങ്ങിച്ചിട്ടുള്ളത് ഒരു 50 ഗ്രാം. എനിക്ക് മാത്രമല്ല വേണ്ട, അപ്പോൾ അത്ര മതി. പിന്നെ ഓൾറെഡി ഇവിടെ ആംല പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡർ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ അലോവേര ജെല്ലാണ്. ഇത് വിറ്റാമിൻ്റെ ക്യാപ്സ്യൂളില്ലേ, അതാണ്. പിന്നെ കുറച്ച് നാരങ്ങ നീര്, പിന്നെ ഇത് ചായപ്പൊടി തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. ഇത്ര സാധനമാണ് വേണ്ടത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ, ഞാനിത് ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വാങ്ങിച്ചത്. നല്ല കട്ടീൻ്റെ കാണുമ്പോൾ തോന്നും ഇതിവിടെ ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഹെന്ന ചെയ്യാൻ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ നമ്മൾ ഒരു നൈറ്റ് കലക്കി വെച്ചാൽ അത് നല്ലതാണെന്ന് മനസ്സിലായത്. അപ്പോൾ ശരിക്കും ഇതെല്ലാതും ഒന്ന് ഇറങ്ങി നമ്മുടെ എന്താ പറയുക, തലയ്ക്കൊക്കെ നല്ല തണവും കിട്ടും, മുടിക്കൊക്കെ നല്ലത്. ഇപ്പോൾ തണവിൻ്റെ സീസണാണ്, പക്ഷെ തണവ് കിട്ടേണ്ട കാര്യമില്ല. എന്നാലും നമ്മുടെ മുടിക്ക് കളറിനും ഇതിനൊക്കെ നല്ലതാണ്. ഇത് കളറ് കറുപ്പ് കളറാണ് കേട്ടോ, അല്ലാണ്ട് ചോക്കണ കളറല്ല ഇത്. അപ്പോൾ ഞാൻ എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ നമ്മുടെ നെല്ലിക്കര പൊടിയില്ലേ, അതാണിത് കേട്ടോ. ഇനിതേ ഒരു സ്പൂൺ ഇൻഡിഗോ പൗഡർ, പിന്നെ 2 വിറ്റാമിൻ ക്യാപ്സൂളില്ലേ, വിറ്റാമിൻ ഇ, അത് പൊട്ടിച്ച് ചേർക്കൂട്ടാ, അത് നല്ലതാണ്. ഒരു മുറി നാരങ്ങില്ലേ, അത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. നമ്മുടെ താരനൊക്കെ തണവാകുമ്പോൾ നല്ല പോലെ താരനൊക്കെ വരും. അപ്പോൾ താരനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ തലയിൽ തേക്കുമ്പോൾ എല്ലാവരും പറയും മുടി വേഗം വെളുക്കുന്നു. അപ്പോൾ അത് കാരണം ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. ഒരു സ്പൂൺ അലോവേര ജെല്ല് ചേർത്തുട്ടാണ്. പിന്നെ വിറ്റമിൻ്റെ ഈ ക്യാപ്സ്യൂളും ഈ അലോവേര ജെല്ലൊക്കെ ചേർക്കണം എന്താ വെച്ചാൽ നമ്മുടെ മുടിക്കൊക്കെ നല്ലതാണ്. ഈ തണവ് വരുമ്പോൾ ഡാൻഡ്രഫ് വന്ന് മുടി പൊട്ടി പോകാനും നന്നായി കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അതിനൊക്കെ നല്ലതാണിത്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഈ ചായര കൊറ്റം തിളപ്പിച്ച വെള്ളം ഉണ്ടാകും. ഞാൻ കുറേ കാലമായിട്ട് നേരമില്ലാത്ത കാരണം മുടിയൊന്നും കെയർ ചെയ്യാറില്ല. അപ്പോൾ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ ഇന്നാൾ ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഇത് നാളെ സൺഡേ ഒന്ന് തേക്കുക. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ തേച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുളിക്കാനൊക്കെ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നല്ലതല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഹെന്നേരെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതെ, ഈ ഒരു പരുവത്തിൽ ഇന്ന് ഫുള്ള് നൈറ്റ് വയ്ക്കുക. നാളെ ആകുമ്പോൾ നല്ല ഒരു ഇതായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തലയിലത്തെ താരൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ഹെയർ ലോസിൻ്റെ പ്രോബ്ലം എല്ലാം അതും മാറും. ഇനി എന്തായാലും എത്ര നേരമില്ലെങ്കിലും ഹെയർ സംരക്ഷിക്കണം എന്നൊരാഗ്രഹം. കാരണം ഇനി വയസ്സായൊക്കെ വരുമ്പോൾ വേഗം വെള്ളം മുടിയൊക്കെ വരില്ല. അപ്പോൾ അതിനൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. എത്രയായാലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. 700 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന്. അപ്പോൾ വൺസ് അഗെയിൻ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സി യു.